നനഞ്ഞൊട്ടിയ അവളുടെ ശരീരം അവനോട് ചേർന്നതും അവൻ അവളെ ചുംബിക്കാൻ തോന്നി. ശിവ, ഐ നീഡ് ടു ടേസ്റ്റ് യുവർ ലിപ്സ് റൈറ്റ് നൗ എന്നവൻ പതിഞ്ഞ സ്വരത്തിൽ കാറ്റുപോലെ അവളുടെ ചെവിയിൽ പറഞ്ഞതും പാറു ഒന്ന് വെട്ടിവിറച്ചുപോയി. അവൾക്ക് തൻ്റെ ശരീരത്തിലൂടെ മിന്നൽ പിണർ പാഞ്ഞ പോലെ തോന്നി. സർ, അത് എന്ന് പറഞ്ഞ് അവൾ അവനിൽ നിന്നും അകന്നതും നോ ശിവ എന്ന് പറഞ്ഞ് അവൻ അവളെ അവനിലേക്ക് അടുപ്പിച്ചു. പ്ലീസ് ഡോണ്ട് ഗോ ശിവ. ഞാൻ നിന്നിലെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സമ്മതത്തോടെ മാത്രമേ ഞാനത് സ്വന്തമാക്കുകയുള്ളൂ. സോ എന്നിൽ നിന്ന് നീ പേടിച്ചകലരുത് എന്ന് പറഞ്ഞ് അവൻ അവളെ വീണ്ടും പുണർന്നു. അവൾക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ആ ബഹുമാനം പ്രണയത്തിലേക്ക് വഴിമാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ശരി, നീ വേഗം പോയി ഡ്രസ് ചേഞ്ച് ചെയ്യ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞതങ്ങ് ഒക്കെ മറക്കും എന്നവൻ കളിയായി പറഞ്ഞതും അവൾ പെരുവിരൽ ഉയർന്ന് അവൻ്റെ ചുണ്ടുകൾ കവർന്നു. ആദ്യം അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് പകച്ചെങ്കിലും പിന്നീട് അവനും അത് ആസ്വദിച്ചു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നതും അവൻ പൂർവാധികം ശക്തിയോടെ അവളെ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ച് വീണ്ടും അത് മതിവരാത്ത പോലെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു. കുറച്ച് സമയത്തിനു ശേഷം അവൾക്ക് ശ്വാസം വിലങ്ങുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു. അവൾ വേഗം അവനെ നോക്കാതെ റൂമിലേക്ക് ഓടി. അവൻ അവൾ പോകുന്നത് നോക്കി ഒരു ചെറുചിരിയോടെ ആ മഴയിലേക്ക് നോക്കി നിന്നു. ഇല്ല പെണ്ണെ, നിനക്കിനി എന്നിൽ നിന്നും ഒരു മോചനമില്ല. നിന്റെ വയറ്റിൽ എൻ്റെ തുടിപ്പ് വളരും. ആ കുഞ്ഞിനെ നമ്മൾ വളർത്തുകയും ചെയ്യും. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം എന്നോരോന്ന് ചിന്തിച്ച് അവൻ പുറത്തേക്ക് നോക്കി നിന്നു. ഷേ, സാറെന്ത് കരുതി കാണും, എന്നാലും ഞാൻ എന്താ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് അവൻ്റെ ഒരു ഷർട്ടും എടുത്ത് കയറി. അവൾ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കി നിന്നു. അവളോട് തന്നെ പറയാൻ തുടങ്ങി. പാറു, നീ ചെയ്തത് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. നീ അദ്ദേഹത്തെ പ്രണയിക്കുന്നു. അതെ, ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കുന്നു. അതിന് ഞാൻ എന്തിനു നാണിക്കണം? എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് വെറും ഒരു വസ്തുവും കല്യാണം വെറും ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ താലി, അതുമാത്രം ഈ ജന്മം മുഴുവൻ എൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞ് അവൾ തന്നിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു. അന്നത്തെ ദിവസം അവൾക്കേറെ സന്തോഷം നൽകി. അവൾ അവന് വേണ്ടി ഫുഡുണ്ടാക്കി. എന്നിരുന്നാലും അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. അത് മനസ്സിലാക്കിയവണ്ണം അവൻ ഭക്ഷണം എടുത്തു വെച്ച് മുങ്ങാൻ നിന്നവളെ അവൻ വിളിച്ചു. ശിവ, നീ എങ്ങോട്ടാ? നീ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞാൻ അടുക്കളയിൽ നിന്ന് കഴിച്ചോണ്ട്. അതെന്താ, നിനക്ക് ഇവിടെ നിന്നും കഴിച്ചാൽ ഇറങ്ങില്ലേ എന്നവൻ ചോദിച്ചതും എനിക്കിപ്പോൾ വേണ്ട, വിശപ്പില്ല എന്നവൾ വിക്കി വിക്കി പറഞ്ഞു. ശരി, എങ്കിൽ നീ കഴിക്കണ്ട, നീ എനിക്ക് വാരി തന്നാൽ മതി എന്നവൻ പറഞ്ഞതും അതുവരെ താഴെ നോക്കി നിന്നവൾ അവനെ അത്ഭുതത്തോടെ തല ഉയർത്തി നോക്കി. നീ എന്തിനാടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത്? നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ. എന്തോ എനിക്കിന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കഴിക്കാതെ എണീക്കാൻ നിന്നതും അയ്യോ വേണ്ട, ഞാൻ വാരിത്തരാം എന്നും പറഞ്ഞ് അവൻ തൻ്റെ അടുത്തുള്ള ചെയർ വലിച്ചിരിക്കാൻ നിന്നതും അവൻ അവളെ മടിയിലേക്ക് ഇരുത്തി. ദാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് തന്നാൽ മതി എന്നും പറഞ്ഞവൻ അവളെ കണ്ണുറുക്കി കാണിച്ചു. അവൾക്കെന്തോ അവൻ്റെ മടിയിലിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അത് വേണ്ട, ഞാൻ അവിടെ ഇരുന്നു തരാം എന്നവൾ ഒരുവിധം തപ്പിപ്പിടിച്ച് പറഞ്ഞതും അവനൊന്ന് കലിപ്പിൽ നോക്കിയതും കുട്ടി സൈലൻ്റായി അവൻ ചോറെടുക്കാൻ തുടങ്ങി. ഇരിക്കുമ്പോൾ ഷർട്ട് മേലേക്ക് കയറി അവളുടെ തുടകൾ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവളുടെ ഇരുത്തത്തിൽ നിന്നും ഒരു കൈ കൊണ്ട് തുട മറയ്ക്കുന്ന പ്രവൃത്തിയിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായി. അവൻ അവളുടെ ചെയ്തികൾ കണ്ട് ചിരി വന്നു. അവൻ അവളെ ശരിക്കും മടിയിലിരുത്തി. അവളുടെ തുടകളുടെ മേലുണ്ടായിരുന്ന അവളുടെ കൈ മാറ്റി തൻ്റെ കൈ കൊണ്ട് അവൾ പിടിച്ചിരുന്നത് പോലെ പിടിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെ കണ്ണു മിഴിച്ചിരിക്കാതെ വേഗം താ എൻ്റെ ഭാര്യയെ എന്നവൻ ഒന്ന് ഊന്നി പറഞ്ഞതും അവൾ വേഗം അവന് വാരിക്കൊടുക്കാൻ തുടങ്ങി. അവൻ ഓരോ ഉരുള ചോറ് വായിലേക്ക് ആക്കുമ്പോഴും അവളുടെ വിരലുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പ് വിരലിൽ തട്ടുമ്പോൾ പാർവിൻ്റെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. അവനും അത് ആസ്വദിക്കുന്നത് പോലെ അവൻ്റെ പ്രവൃത്തി തുടർന്നു. അവനെ കഴിപ്പിച്ച് അവളും കഴിച്ചതിന് ശേഷമാണ് അഗ്നി അവളെ മടിയിൽ നിന്നും എണീക്കാൻ സമ്മതിച്ചത്. അതെ, നീ റൂമിലേക്ക് വരുന്നുണ്ടോ? ഞാൻ കിച്ചൺ അടുക്കി വെച്ചിട്ട് വരാം. ആ, അങ്ങനെയാണെങ്കിൽ നീ ഒരു 5:30 എന്നെ ഒന്ന് വിളിക്കണേ, എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് എന്നവൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ചുണ്ടു ചുളുക്കി പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. ആ, പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞ് അവൻ അവളെ കൈകൊണ്ട് അടുത്തേക്ക് വിളിപ്പിച്ചു. എന്താ എന്ന ഭാവേനെ അവൾ അവനെ നോക്കിയതും അവൻ അവളെ കുറച്ചുകൂടി അടുത്തേക്ക് വലിച്ചതും അവൾ അവനോട് ഒട്ടിയ പോലെ തോന്നി. അവൻ അവൾ മുമ്പിലേക്കിട്ടിരുന്ന മുടി പുറകിലേക്കാക്കി അവൾ നെറ്റിക്കൊണ്ട് അവൻ്റെ കൈകൊണ്ട് മുമ്പ് മറച്ചു. അവൻ അവളുടെ ഇരു കൈകളും മുമ്പിൽ നിന്നും എടുത്ത് അവളുടെ ചെവിയോരം പറഞ്ഞു. നീ ഈ ഷർട്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നും ഉള്ളിലെ ഇന്നർ നനഞ്ഞുകൊണ്ട് യു ആർ സ്റ്റാൻഡിങ് ലൈക്ക് യു ആർ ഫ്രീ ബേർഡ്
ഇൻ ദിസ് ഷർട്ട് എന്നും എനിക്കറിയാം. പിന്നെ എന്തിനാണ് നീ ഇത്ര ബുദ്ധിമുട്ടി മുടി മുമ്പിൽ വെച്ചത്? നിന്റെ മുന്നു മറക്കുന്നേ. പിന്നെ യു നോ വൺ തിങ്, ദാറ്റ് ഷർട്ട് വിൽ ബി ഓൺലി ദിസ് മച്ച് എന്ന് പറഞ്ഞ് അവൻ അവളുടെ തുടകളെ തലോടി. ഇനി നീ അത് വലിച്ചാൽ അത് കീറിപ്പോവും. പിന്നെ എന്നിൽ നിന്ന് മറയ്ക്കാനാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്, ബിക്കോസ് നീ എനിക്കുള്ളതാണ്. നിന്നിനെയെല്ലാം എൻ്റേത് മാത്രമാണ്. അതിന് നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു നാൾ അത് നടക്കുകയും ചെയ്യും. അന്ന് എനിക്ക് തടസ്സമായി ഒന്നും ഉണ്ടാവുകയുമില്ല, ഞാൻ കെട്ടിയ ഈ താലി ഒഴികെ എന്നവൻ അവളുടെ താലി പിടിച്ച് പറഞ്ഞു പൂർത്തിയാക്കി. അവളെ നോക്കിയതും അവന് ചിരി വന്നു. തൊട്ടാലിപ്പോൾ ചോര പൊടിയുമെന്ന അവസ്ഥയിൽ ചുവന്ന് കയറി കണ്ണ് അടച്ച് ശ്വാസം പിടിച്ചു വെച്ച് നിൽക്കുകയായിരുന്നു പെണ്ണ്. ഈ പെണ്ണ് ഞാനൊന്ന് അടുത്തേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ ചുവന്ന് തുറത്ത് നിന്ന എങ്ങനെയാ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക? ദൈവമേ, ഇവൾ ശ്വാസം വിടുന്നില്ലല്ലോ, ഇനി തട്ടിപ്പോയോ? അവളുടെ ഉയർന്നു താഴുന്ന മാറിടം കണ്ടപ്പോൾ അവന് ആശ്വാസമായി. ഇനി ഞാൻ പറഞ്ഞത് ഇവൾ കേട്ടിട്ടില്ലേ? എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടമൊന്ന് മനസ്സിലാക്കാമെന്ന് കരുതുമ്പോൾ അതിന് പറ്റുന്നില്ലല്ലോ. വേറെന്തെങ്കിലും വഴി കാണും എന്നും ചിന്തിച്ച് അവൻ റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൻ്റെ നീക്കമൊന്നും കാണാഞ്ഞതുകൊണ്ട് പാറു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ അവനില്ലായിരുന്നു. സാറെന്ത് കരുതി കാണും. അദ്ദേഹം അടുത്ത് വന്നപ്പോഴേ സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ചൂട് നിശ്വാസം മുഖത്ത് തട്ടിയതും പിന്നെ പറയണ്ടല്ലോ. എന്താ പറഞ്ഞതെന്ന് മുഴുവനായും കേട്ടില്ല. അതും പറഞ്ഞവൻ അവൻ തഴുകിയ തുടകളെ ഒന്ന് തൊട്ട് അടുക്കളയിലേക്ക് ഓടി. അവൻ കാര്യമായി പറഞ്ഞത് കുട്ടി കൃത്യമായി കേട്ടിട്ടില്ല, അതുതന്നെ. അങ്ങനെ ആ ദിവസം നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നു. അവൻ തന്നെ രാത്രി അവളെയും ആരും കാണാതെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിറ്റേന്ന് നേരം വെളുത്തതും അവൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കോളേജിൽ പോവാൻ. അവൾ നല്ലൊരു സാരി നോക്കി തന്നെ അതൊന്ന് ഉടുത്തു. അന്ന് പതിവിന് വിപരീതമായി അവൾ നല്ലവണ്ണം ഒരുങ്ങിയിറങ്ങി. അവളെ കണ്ട നന്ദു ഞെട്ടി നിന്നു. നീ എന്താടി, വല്ല മിസ് കേരളയിലും പങ്കെടുക്കാൻ പോകുന്നോ ഇങ്ങനെ ഒരുങ്ങാൻ? ഇപ്പം അതായി കുറ്റം. അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ഒന്ന് ഒരുങ്ങിയൊക്കെ നടന്നൂടെ എന്ന് ചോദിക്കുന്ന നീ തന്നെയല്ലേ? അത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ മോളെന്താ പറഞ്ഞത്? ഒരുങ്ങിച്ചെന്ന് ആര് കാണാനാണെന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരുങ്ങാൻ എന്താ നിന്റെ കെട്ടിയോൻ കാത്തിരിക്കുന്നുണ്ടോ അവിടെ എന്ന് നന്ദു ചോദിച്ചതും ആദ്യം പാറൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അത് സമർത്ഥമായി മറച്ചു. അത് എൻ്റെ കെട്ടിയോൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. എന്തേ, നിനക്ക് പരിചയപ്പെടണോ എന്ന് പാറു കൈകെട്ടി നിന്ന് ചോദിച്ചു. ആര് ഭർത്താവ്? നിന്റെ ഭർത്താവോ? അതും കോളേജിൽ? ഒന്ന് പോയടി. നിന്റെ ഭർത്താവിനെ നീ കാണുന്നതിന് മുൻപേ ആദ്യം കാണുന്ന വ്യക്തി ഞാനായിരിക്കും. പിന്നെ എൻ്റെ ഏട്ടൻ്റെ തോളിൽ കൈയിട്ട് നിന്റെ അടുക്കലേക്ക് ഒരു വരവുണ്ട്, നിന്നെ എൻ്റെ നാത്തൂനായി കൊണ്ടുപോവാൻ എന്ന് നന്ദു വലിയ ഗമയിൽ പറഞ്ഞു. ആദ്യം പാറുവിന് അവളുടെ സംസാരം കേട്ട് സങ്കടം വന്നെങ്കിലും പിന്നീട് അഗ്നിയെ കാണുമ്പോഴുള്ള അവളുടെ തലക്കറക്കം ആലോചിച്ചതും അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി. എന്തിനാടടി നീ ഇങ്ങനെ കിണിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ എന്ന് നന്ദു പറഞ്ഞു. ആളെ കാണുമ്പോഴും നീ ഇത് തന്നെ പറയണം എന്ന് പതുക്കെ പറഞ്ഞു. ഡി മതി മതി, ഇനി നിന്നാൽ ബസ് പോകും എന്നും പറഞ്ഞു പാറു നന്ദുവിനെയും കൂട്ടി നടന്നു. കോളേജിലെത്തിയതും അവളുടെ കണ്ണുകൾ നാലുപാടും തിരയാൻ തുടങ്ങി. ഡി നീ ഇത് ആരെയാ തിരയുന്നേ? എന്നെയാണോ? അതും ചോദിച്ച് ഡേവിഡ് അവളുടെ മുന്നിലേക്ക് വന്നു. മോളിന്ന് സാരിയിൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും ഡോ വിടടോ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പാറു കുതറിക്കൊണ്ട് പറഞ്ഞതും അവനൊരു വഷളച്ചിരിയോടെ അവളെ അടുത്തേക്ക് വലിച്ചിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് അഗ്നിയും ആദിയും അങ്ങോട്ടേക്ക് വന്നത്. ഇത് കണ്ട അഗ്നിക്ക് ദേഷ്യം ഇരച്ചു കയറി അവൻ മുഷ്ടി ചുരുട്ടി അവരുടെ അടുക്കലേക്ക് പോകാൻ നിന്നതും ശബ്ദം കേട്ട് അവിടേക്ക് നോക്കിയ അഗ്നിയും ആദിയും ഞെട്ടി. പാറുവിൻ്റെ കൈ പിടിച്ച് അടുക്കലേക്ക് നിർത്തി കൈ കുടയുന്ന നന്ദു. ഡേവിഡ് ആണെങ്കിൽ കവിളിൽ കൈയും വെച്ച് അവരെ കത്തുന്ന കണ്ണുകളോടെ നോക്കുന്നുമുണ്ട്. ഡാ നിനക്ക് എൻ്റെ പാറുവിനെ തന്നെ വേണം അല്ലടാ? അന്നവൾ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ നിനക്കിട്ടൊന്ന് ഓങ്ങി വെച്ചതാ. എന്തായാലും നീ തന്നെ അത് നേടിത്തന്ന സ്ഥിതിക്ക് എങ്ങനെയാ അത് തരാതെ വിടുക? ഇപ്പോൾ എനിക്കും സമാധാനായി, നിനക്കും സമാധാനായി. അപ്പോൾ എന്നാ പോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ പാറുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഡി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ഡേവിഡ് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും പോടാ പോയി തരത്തിൽ കയറി കളിക്കടാ എന്നും പറഞ്ഞ് പാറുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് നിർത്തി അവളെ ഒന്ന് നോക്കി. എന്താടി, എന്തിനാ നീ നിന്നത്? എൻ്റെ പാറു നീ ചുറ്റൊന്ന് നോക്കിയേ എന്ന് നന്ദു പറഞ്ഞതും അവളൊന്ന് നോക്കി. എടാ നീ പറഞ്ഞത് ശരിയാ, എന്തിനാടാ ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത്? എൻ്റെ പാറു, ഇവിടെ ഞാൻ സുരേഷ് ഗോപി കളിച്ച് അവസാനം ഒരു ഷിറ്റും അടിച്ച് എനിക്ക് വേണ്ടി ഇത്രയും ആളുകളെ കൂട്ടി, എന്നിട്ടും നീ ഇങ്ങനെ? ഓഹോ അതിനാണോ? സോറി ഡി, വാ പോകാമെന്ന് പറഞ്ഞ് പാറു അവളെ കൈപിടിച്ച് വലിച്ചു നടന്നതും എൻ്റെ പാറു എന്തായാലും ഇത്രയും മാസ് ഡയലോഗൊക്കെ അടിച്ചതല്ലേ, നമുക്കൊന്ന് സ്ലോ മോഷനിൽ നടക്കാടി എന്നും പറഞ്ഞ് അവൾ പാറുവിനെയും കൂട്ടി നടന്നു. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്ന് ആദ്യം ഞെട്ടിയിരുന്നു.
സൂക്ഷിച്ചോ, മിക്കവാറും നിന്റെ പല്ലിന്റെ എണ്ണം കുറയും എന്ന് അഗ്നി പറഞ്ഞതും ആദി അവനെ ദയനീയമായി നോക്കി. പാറുവും നന്ദുവും ക്ലാസ്സിലേക്ക് കയറിയതും ഷാനു അവരോട് നടന്ന കാര്യങ്ങൾ തിരക്കി. അവരോട് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിക അവരുടെ അടുക്കലേക്ക് വന്നത്. ഡി, നിങ്ങൾ ഭയങ്കര പുള്ളികളാണല്ലോ. സീനിയർ ചേട്ടൻ ഒരാളെ പുറകെ നടക്കുന്നു, മറ്റേയാൾ അയാളെ അടിക്കുന്നു. വാവ്, എന്താ അഭിനയം എന്ന് ഷിക പറഞ്ഞതും അത് നിനക്കൊന്നുമില്ലല്ലോ, നീ പോയി നിന്റെ പണി നോക്ക് കൊച്ചേ. എന്താടി നിനക്ക് ഇത്രയും അഹങ്കാരം? നീ ഇന്നലെ ക്ലാസ്സിലേക്ക് വന്നില്ലല്ലോ, ആരുടെ കൂടെയായിരുന്നു കറക്കം എന്നവൾ അർത്ഥം വെച്ച് പറഞ്ഞതും ഇവൾ എൻ്റെ കൈക്ക് വീണ്ടും പണിയുണ്ടാക്കും എന്ന് പറഞ്ഞ് നന്ദു അവളുടെ അടുക്കലേക്ക് ചെല്ലാൻ നിന്നതും വേണ്ട നന്ദു, നിനക്കിപ്പോൾ എന്താ അറിയേണ്ട ഷിക? ഞാൻ ഇന്നലെ എവിടെയായിരുന്നു എന്നല്ലേ? നിന്നോടത് പറയേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും ഞാൻ പറയാം, ഞാൻ ഇന്നലെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു. ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനും ബാക്കിയുണ്ടോ മോളെ ഷികയെ എന്ന് പാറു ഒന്ന് അമർത്തി വിളിച്ചുകൊണ്ട് ചോദിച്ചതും ഡി, നിനക്ക് എന്നോട് വായിട്ടലക്കാൻ നല്ല മിടുക്കുണ്ടല്ലോ. നീ ഇത് ചെന്ന് അഗ്നിയോട് പറ, അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ കുറഞ്ഞോളും നിന്റെ അഹങ്കാരം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. പോകുന്നത് കണ്ടില്ലേ പൊട്ടിഭൂതം. അഗ്നിസാറിൻ്റെ ബന്ധുവായതിൻ്റെ അഹങ്കാരമാണ് അതിന് എന്ന് ഷാനു പറഞ്ഞതും ഡി, നീ വിഷമിക്കേണ്ട, അവർ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവർ പരസ്പരം കുഴിവെട്ടി ജീവിക്കട്ടെ. അത് കണ്ട് നമുക്കങ്ങ് സന്തോഷിക്കാമെടി. ഡി, നീ വേഗം ആ കാലമാടൻ്റെ അടുക്കലേക്ക് ചെല്ല്, എന്നിട്ട് അത് സോൾവ് ചെയ്തു വാ. ഞാൻ വേഗം ക്യാൻറ്റീൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ബിസി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര വിശപ്പ്. നീ വരുന്നുണ്ടോ ഷാനു? ഇല്ല, ഞാനില്ല, നീ തനിയെ പോയി കഴിച്ചോ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോകുവാ എന്നും പറഞ്ഞ് നന്ദു ബാഗ് അവിടെ വെച്ച് അവിടെ നിന്നും പോയി. ഡി ഷാനു, ഞാനും എന്നാ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പാറുവും ഓഫീസിലേക്ക് വിട്ടു. പാട്ടൊക്കെ പാടിക്കൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോകും വഴി ഒരു കൈ വന്ന് വലിച്ച് അവളെ ഒരു റൂമിലേക്ക് ആക്കി വാതിലടച്ചു. ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും ആ പെർഫ്യൂം മനസ്സിലായതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. എടി, നീ എന്താ പേടിക്കാത്തേ? ആദ്യം അത് ചോദിച്ചതും അവൾ അവനെ പുച്ഛിച്ചു. ഡി, ഞാൻ ചോദിച്ച കാര്യത്തിന് നീ ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ല. അതിന് പ്രത്യേകം പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദു അത് പറഞ്ഞതും അവൻ അവളെ വിട്ട് അകന്നു പോകാൻ നിന്നതും അവൾക്ക് തന്നിൽ നിന്ന് എന്തോ അകന്നു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൻ പിറകിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഡി, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, നീ എനിക്കുള്ളതാണ്. അത് നീ തന്നെ സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കും എന്നും പറഞ്ഞ് അവൻ അകന്നതും നന്ദുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം പാറു അഗ്നിയുടെ ഓഫീസിലേക്ക് നടന്നു. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല അവളെ പിന്തുടരുന്ന ഒരു ജോഡി കണ്ണുകളെ.